Hello all, Happy New Year and welcome to my first video of 2025. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹൗ ടു സെൻസിബിളി ഇൻവെസ്റ്റ് ഇൻ 2025 based on 2024 learnings and predictions for 2025. My aim is not to cherry pick stocks and mutual funds for 2025, പക്ഷേ to help a common man understand why 2024 treated an investment class in a certain way. Will 2025 also treat that investment class in the same way, or it will treat it in a different way? Once we understand this as a common man, നമുക്ക് സെൻസിബിൾ ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഡിഫൈൻ ചെയ്യാൻ പറ്റും ഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ 2025. ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലാസ്സസ്, അതായത് FD, ബോണ്ട്സ്, ഗോൾഡ്, ഇക്വിറ്റീസ്, ഇൻവിറ്റ്സ്, റീറ്റ്സ്, ബിറ്റ് കോയിൻ എല്ലാം നമ്മൾ ഇന്ന് ഇവാലുവേറ്റ് ചെയ്യും. 2024 എത്ര പെർഫോമൻസ് ഇത് തന്നു, വാട്ട് ഈസ് ദി ഔട്ട്ലുക്ക് ഫോർ FY25. Disclaimer, I don't endorse any of the investments mentioned in this video. This is not a sponsored content. Neither I own nor I am associated with any financial institution. Please do your research properly before making any investments. So without further ado, let's dive in. ആദ്യത്തെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ക്ലാസ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്, ദ മോസ്റ്റ് പോപ്പുലർ ഇൻവെസ്റ്റ്മെന്റ് ക്ലാസ് ഇൻ ഇന്ത്യ. 2024 ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് വളരെ നല്ല റിട്ടേൺസ് ആണ് ലഭിച്ചിട്ടുള്ളത്. ചില ബാങ്ക്സിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50യുടെ അതേ റിട്ടേൺസ് ബാങ്ക് ഇൻട്രസ്റ്റിലൂടെ FD ഇട്ടവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്ര ഹൈ റേറ്റ് ലഭിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RBI ഹൈ റെപ്പോ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്തതാണ്. റെപ്പോ റേറ്റും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ ഒരു ഡിറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. റെപ്പോ റേറ്റ് കൂടുന്തോറും ഇൻട്രസ്റ്റ് റേറ്റ് കൂടും, കോസ്റ്റ് ഓഫ് ബോറോയിങ് കൂടും, മണി സർക്കുലേഷൻ കുറയും. അതുകൊണ്ട് ഇൻഫ്ലേഷൻ ടാക്കിൾ ചെയ്യാനായിട്ട് RBIയുടെ ഒരു മെക്കാനിസമാണ് റെപ്പോ റേറ്റ് ഇൻക്രീസ്. FY25 ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ ടുവേർഡ്സ് ലാസ്റ്റ് 2 quarters ഇൻഫ്ലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് RBI ഈസ് തിങ്കിങ് അബൌട്ട് കട്ടിംഗ് റെപ്പോ റേറ്റ്സ്. SBIയുടെയും HSBCയുടെയും റിസർച്ച് പ്രകാരം ഫെബ്രുവരിയിലാണ് ഫസ്റ്റ് റേറ്റ് കട്ട് വരിക. 0.25 ബേസിസ് പോയിന്റ്സ് ആണ് അവർ എക്സ്പെക്ട് ചെയ്യണത്. അങ്ങനെ RBI റേറ്റ് കട്ടിംഗ് സൈക്കിൾ തുടങ്ങുകയാണെങ്കിൽ FD ഇൻട്രസ്റ്റ് റേറ്റ്സ് വിൽ ബി ലെസർ ഇൻ FY25. അതുകൊണ്ട് നിങ്ങൾക്ക് ഇക്കൊല്ലവും FDയിൽ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടണമെങ്കിൽ യു ഷുഡ് ഇൻവെസ്റ്റ് ഇൻ ജനുവരി ബിഫോർ ദ റേറ്റ് കട്ടിംഗ് സ്റ്റാർട്ട്സ്. FD കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഏറ്റവും ഫേവറേറ്റ് ഫിക്സഡ് ഇൻകം ഇൻവെസ്റ്റ്മെന്റ് ക്ലാസ് എന്ന് പറയുന്നത് ബോണ്ട്സ് ആൻഡ് സെക്യൂരിറ്റീസ് ആണ്. ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണ ഒരു ട്രേഡ് ഫണ്ടിന്റെ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ഗിവൺ ഓൾമോസ്റ്റ് 10%. So if you are an investor who had bonds in his portfolio, you have done moderately well in FY24. ബോണ്ട്സ് ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ മെയിൻ ആയിട്ട് 2 റീസൺസ് ആണ്. ഒന്ന്, മാർക്കറ്റിൽ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന അൺസർട്ടനിറ്റീസ്, അതായത് ഇലക്ഷൻ ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിലും US-ലും, പിന്നെ ഇസ്രയേൽ വാറ്, പിന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ സെല്ലിങ്, ഇതെല്ലാം കാരണം കൺസർവേറ്റീവ് ഫണ്ടുകളായ പെൻഷൻ ഫണ്ട്സ് ഹെവിലി ഇൻവെസ്റ്റഡ് ഇൻ ബോണ്ട്സ്. രണ്ടാമത്തെ റീസൺ, ഇന്ത്യൻ ഗവൺമെന്റ് ബോണ്ട്സ് വെയർ ഇൻക്ലൂഡഡ് ഇൻ JP മോർഗൻസ് എമർജിംഗ് മാർക്കറ്റ് ബോണ്ട് ഇൻഡെക്സ്. ഇത് ഇൻക്ലൂഡ് ആയതിനു ശേഷം ഇയർ ടു ഡേറ്റ് $15 ബില്യന്റെ ഫോറിൻ ഫണ്ട് ഇൻഫ്ലോ ആണ് ഇന്ത്യൻ ബോണ്ട് സെക്ടറിലേക്ക് വന്നിട്ടുള്ളത്. സോ വാട്ട് ഈസ് ദി ഔട്ട്ലുക്ക് ഫോർ ബോണ്ട്സ് ഇൻ 2025? ഈ JP മോർഗന്റെ ബോണ്ട് ഇൻക്ലൂഷൻ ഈസ് എക്സ്പെക്റ്റഡ് ടു കണ്ടിന്യൂ ടിൽ March 31st, 2025. അതുകൊണ്ട് ഇനിയും ഫോറിൻ ഫണ്ട്സ് വിൽ ബി ഇൻഫ്യൂസ്ഡ് ഇൻ ഗവൺമെന്റ് ബോണ്ട്സ്. മാത്രമല്ല, സിൻസ് RBI ഈസ് പ്ലാനിങ് എ റേറ്റ് കട്ടിംഗ് സൈക്കിൾ, ബോണ്ട് പ്രൈസസ് വിൽ ഓൾസോ ട്രേഡ് ഹയർ. കാരണം റെപ്പോ റേറ്റ് ഹാസ് എൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ടു ബോണ്ട്സ്. സോ ബോണ്ട് പ്രൈസസ് ആർ ലൈക്ലി ടു ട്രെൻഡ് ഹയർ ഇൻ 2025. സോ ഒരു ഫിക്സഡ് ഇൻകം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഇൻ ഇയർ 2025 യു ഷുഡ് പ്രിഫർ ബോണ്ട്സ് മോർ ദാൻ FDs. നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന തേർഡ് ഇൻവെസ്റ്റ്മെന്റ് ക്ലാസ് നമ്മൾ കേരളക്കാരുടെയും ഞങ്ങൾ തൃശ്ശൂർക്കാരുടെയും ഏറ്റവും ഫേവറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയ ഗോൾഡ് ആണ്. 2024 ഗോൾഡ് ഹാസ് ഗിവൺ എക്സെപ്ഷണൽ റിട്ടേൺസ് ടു ഇൻവെസ്റ്റേഴ്സ്. ഗോൾഡിൽ ട്രേഡ് ചെയ്യണ ETF ആയ ഗോൾഡ് ബീസിന്റെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ഗിവൺ മോർ ദാൻ 20% ഇൻ 2024. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഹാസ് ഓൾവേസ് ബീൻ കൺസിഡേർഡ് ആസ് എൻ ഹെഡ്ജ് അഗെയിൻസ്റ്റ് അൺസർട്ടനിറ്റി. അതായത്
എപ്പൊക്കെ മാർക്കറ്റിൽ അൺസർട്ടനിറ്റീസ് ഉണ്ടായിട്ടുണ്ടോ ഇൻവെസ്റ്റേഴ്സ് ഹാവ് ബോട്ട് ഗോൾഡ് ബിക്കോസ് ഗോൾഡ് ഇസ് കൺസിഡേർഡ് ആസ് എ സേഫ് ഹെവൻ വിച്ച് ഇസ് നോട്ട് പ്രോൺ ടു മാർക്കറ്റ് വോളറ്റിലിറ്റി. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വരുമ്പോൾ ഗോൾഡിന്റെ പ്രൈസ് എങ്ങനെ എഫക്ട് ചെയ്യണം എന്നുള്ളതിന് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വെൻ ഇറാൻ ലോഞ്ച് മിസൈൽസ് അഗെയിൻസ്റ്റ് ഇസ്രായേൽ ദർ വാസ് എ ചാൻസ് ഫോർ എ ഫുൾ ഔട്ട് വാർ. ഈ ഒരു അൺസർട്ടനിറ്റിയുടെ സമയത്ത് ഇൻവെസ്റ്റേഴ്സ് പിക്ഡ് അപ്പ് ഗോൾഡ് ബിക്കോസ് ഗോൾഡ് ഇസ് കൺസിഡർഡ് ആസ് എ സേഫ് ഹെവൻ. അതേസമയം വെൻ ദർ വാസ് എ സീസ് ഫയർ, ആ സമയത്ത് ഗോൾഡ് പ്രൈസ് ആക്ച്വലി വെന്റ് ഡൗൺ. രണ്ടാമത്തെ റീസൺ RBI ഹാസ് ബോട്ട് ടൺസ് ഓഫ് ഗോൾഡ് ഇൻ 2024. എന്താണ് ഇത്രയും ഗോൾഡ് അക്വയർ ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലെ തന്നെ അൺസർട്ടനിറ്റിയുടെ ടൈംസിൽ നമ്മുടെ നേഷന്റെ വെൽത്തിനെ സേഫ് ഗാർഡ് ചെയ്യാൻ RBI ഇസ് ബൈയിങ് ഗോൾഡ് ആസ് എ ഹെഡ്ജ് അഗെയിൻസ്റ്റ് inflation and geopolitical tensions. Third reason was the delay in rate cuts due to high inflation. So whenever there is an inflation and there is lack of clarity on the monetary policies, investors choose to invest in gold because it is a hedge against inflation and uncertainty. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറെ ഒരു പ്രഷ്യസ് മെറ്റലാണ് വിച്ച് ഹാസ് ഗിവൺ റിട്ടേൺസ് ഇക്വലന്റ് ടു ഗോൾഡ് ഇൻ ദി ലാസ്റ്റ് ഇയർ. അത് ഹെഡ്ജ് ആയതുകൊണ്ടല്ല, മെയിൻലി ഡ്യൂ ടു ഇറ്റ്സ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്. അതായത് സോളാർ പാനൽസിലും ഹൈബ്രിഡ് കാർസിലും EVസിലും ഒക്കെ ഹൈ റിക്വയർമെന്റ് ഉള്ള സിൽവർ ആണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോണ ഇൻവെസ്റ്റ്മെന്റ് ക്ലാസ്. സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്ത ETF ഹാസ് ഗിവൺ യു 20% റിട്ടേൺ വിച്ച് ഇസ് സെയിം ആസ് ദ റിട്ടേൺസ് ഗിവൺ ബൈ ഗോൾഡ് ഡ്യൂറിംഗ് ലാസ്റ്റ് ഇയർ. അതിന്റെ മെയിൻ കാരണം റൈസിംഗ് ഡിമാൻഡ് ഫോർ ഇലക്ട്രിക് വെഹിക്കിൾസ് ആൻഡ് ഹൈബ്രിഡ് കാർസ് ആൻഡ് ഓൾസോ എ ഗ്രീനർ ഫ്യൂവൽ വിച്ച് ഇസ് സോളാർ എനർജി. These trends are not short term and will likely continue the same way in 2025. അതുകൊണ്ട് തന്നെ സിൽവർ ഈസ് predicted to give you good returns in this year as well. നമ്മൾ അടുത്തായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ക്ലാസ് ആണ്, അതായത് ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ്സ്. സെക്ഷൻ 80C ഓൾമോസ്റ്റ് 6 ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും ടാക്സ് സേവിങ്ങിന് വേണ്ടിയിട്ട്. അതിൽ ഞാൻ ഇന്ന് പിക്ക് ചെയ്തേക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ELSS ആണ്. And I am going to show you why ELSS should be your tax saving investment after NPS and PF. കഴിഞ്ഞ കൊല്ലത്തെ പരാഗ് പരീഖ് ELSS ടാക്സ് സേവർ ഫണ്ടിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ഹാൻഡ്സ് ഡൗൺ ബീറ്റൺ ഓൾ അതർ ഇൻവെസ്റ്റ്മെന്റ് ക്ലാസ്സസ്. 24% റിട്ടേൺ ആണ് ഈ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുള്ളത്. ഈ ഫണ്ടിന്റെ ടാക്സ് ബെനിഫിറ്റും കൂടി നോക്കുമ്പോൾ റിട്ടേൺസ് ആർ ഈവൻ മച്ച് ഹയർ. സെക്ഷൻ 80C മെൻഷൻ ചെയ്തേക്കണ മറ്റ് ഇൻവെസ്റ്റ്മെന്റുകളുടെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ദിസ് ഇൻവെസ്റ്റ്മെന്റ് ക്ലാസ് ഹാസ് ഗിവൺ ട്വൈസ് ദ റിട്ടേൺ കമ്പയർഡ് ടു ദ സെക്കൻഡ് ബെസ്റ്റ് പെർഫോമിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടാക്സ് സേവിംഗ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഫണ്ട് മേജർലി ഇൻവെസ്റ്റ്സ് ഇൻ ഇക്വിറ്റീസ്. അതുകൊണ്ട് തന്നെ ഹയർ റിസ്ക് ആണ്. പക്ഷേ നമ്മൾ നമ്മുടെ ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ 50,000 ഇസ് അഡീഷണൽ NPS കോൺട്രിബ്യൂഷൻ വിച്ച് ഇസ് എ സേഫ് അസെറ്റ്. 12% of your basic goes into PF. That is also considered to be a safe asset. അതുകൊണ്ട് 2025 നിങ്ങളുടെ ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് അതർ ദാൻ അഡീഷണൽ NPS ആൻഡ് PF should be ELSS as per my recommendation for you to get the best returns. ഈ ELSS ഫണ്ടിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ്സിനെ അപേക്ഷിച്ച് ഏറ്റവും കുറവ് ലോക്ക് ഇൻ പീരീഡ്, അതായത് 3 കൊല്ലം ഈ ഇൻവെസ്റ്റ്മെന്റിന് ലോക്ക് ഇൻ പീരീഡ് ഉള്ളൂ. ബാക്കി ഏത് ഇൻവെസ്റ്റ്മെന്റ് നോക്കിയാലും അപ്വേർഡ്സ് ഓഫ് 5 years. സംടൈംസ് യു വിൽ ഓൺലി ഗെറ്റ് ദ മണി ആഫ്റ്റർ യുവർ റിട്ടയർമെന്റ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പുതിയ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ക്ലാസ്സസ് ആണ്. നമ്മുടെ 2025 ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയിൽ ദേ ഷുഡ് ബി എ പാർട്ട്. അതിന്റെ കാരണവും അതിന് റിട്ടേൺസും ഞാൻ വിശദീകരിക്കാം. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ ഇൻവെസ്റ്റ്മെന്റ് ക്ലാസ്സസിൽ ഫസ്റ്റ് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ബിറ്റ്കോയിൻ ആണ്, ഓർ ക്രിപ്റ്റോ കറൻസി ആസ് എ ഹോൾ. കഴിഞ്ഞ കൊല്ലത്തെ ബിറ്റ്കോയിൻ തന്ന റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 100%. വേറെ ഒരു അസറ്റ് ക്ലാസും എക്സെപ്റ്റ് ഇൻഡിവിജ്വൽ സ്റ്റോക്സ് വിച്ച് ഹാസ് ഗിവൺ എക്സെപ്ഷണലി ഗുഡ് റിട്ടേൺസ്, നോ അതർ മേജർ ഇൻവെസ്റ്റ്മെന്റ് ക്ലാസ്സസ് വിൽ ഗിവ് യു ദിസ് സോർട്ട് ഓഫ് റിട്ടേൺസ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് US പ്രസിഡന്റ് ആയിട്ട് എലക്ട് ചെയ്തതാണ്. ട്രംപ് ഇസ് എ വെരി പ്രോ ക്രിപ്റ്റോ ഗൈ. അതുകൊണ്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഈസ് പ്രഡിക്റ്റഡ് ടു ബ്രിങ് പ്രോ ക്രിപ്റ്റോ പോളിസീസ് ഇൻ ഹിസ് ടെന്യൂർ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ ഹാസ് ബീൻ ടേക്കൺ അപ്പ് ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ലാസ്റ്റ് ഇയർ BlackRock ഇൻട്രൊഡ്യൂസ്ഡ് ആൻ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട്സ് വിച്ച് ഇൻവെസ്റ്റ് ഇൻ 1300+ ക്രിപ്റ്റോസ്. ETF-കളുടെ ഹിസ്റ്ററിയിൽ ഏറ്റവും സക്സസ്ഫുൾ ETF ലോഞ്ച് ആയിരുന്നു BlackRockന്റെ IBIT ബിറ്റ്കോയിൻ ETF.
ഗോയിങ് ഫോർവേഡ് പല ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ് ആർ പ്ലാനിങ് ടു ലോഞ്ച് ETFs ഇൻ US മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്ടേക്ക് പൊട്ടൻഷ്യൽ ഇസ് സോ ഹൈ. ചില അനലിസ്റ്റുകൾ പറയുന്നത് ബിറ്റ്കോയിൻ വിച്ച് ഇസ് ട്രേഡിംഗ് അറ്റ് $100,000 നൗ മൈറ്റ് ഈവൻ ഗോ അപ് ടു $200,000 ഇൻ 2025. പക്ഷേ ഇതൊരു ഹൈലി വോളറ്റൈൽ ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് യുവർ എക്സ്പോഷർ ഷുഡ് ബി മിനിമൽ ആസ് പെർ മൈ റെക്കമെൻഡേഷൻ. രണ്ടാമത്തെ ന്യൂ ഇൻവെസ്റ്റ്മെന്റ് ക്ലാസ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീറ്റ്സ് ആണ്. റീറ്റ്സ് ആർ ലൈക്ക് മ്യൂച്വൽ ഫണ്ട്സ്. പക്ഷേ ഇൻ റീറ്റ്സ് ദ ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ്സ് ഇൻ ഇൻകം ജനറേറ്റിംഗ് പ്രോപ്പർട്ടീസ്. അതായത് നിങ്ങൾക്ക് വളരെ തുച്ഛമായ എമൗണ്ടിൽ ഇൻകം ഓർ റെന്റ് ജനറേറ്റിംഗ് പ്രോപ്പർട്ടീസിലേക്ക് എക്സ്പോഷർ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് റൂട്ട് ആണ് റീറ്റ്സ്. റീറ്റുകളിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയ ഒരു റീറ്റാണ് എംബസി ഗ്രൂപ്പിന്റെ റീറ്റ്. ഈ റീറ്റിന്റെ കഴിഞ്ഞ കൊല്ലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ഗിവൺ യു മോർ ദാൻ Nifty 50. ഇതിന്റെ ഒപ്പം ദേ ഗീവ് യു ഡിവിഡൻഡ് yield ഓൾസോ. കഴിഞ്ഞ കൊല്ലത്തെ എംബസി റീറ്റിന്റെ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 6% ആണ്. ഇത്രയും ഹൈ റിട്ടേൺസ് റീറ്റ്സിന് കിട്ടാൻ കാര്യം വർക്ക് ഫ്രം ഹോം കമ്പനികൾ ഉപേക്ഷിച്ച് ദേ ആർ ആസ്കിങ് പീപ്പിൾ ടു കം ബാക്ക് ടു ഓഫീസ്. So when people come back to office, there is a huge requirement for office spaces. അപ്പോൾ ഈ കോവിഡിന്റെ സമയത്ത് വർക്ക് ഫ്രം ഹോം കൊടുത്ത് ഓഫീസ് സ്പേസസ് ഒഴിവാക്കിയ കമ്പനികളെല്ലാം ദേ ആർ ടേക്കിംഗ് ന്യൂ ഓഫീസ് സ്പേസസ് ഫോർ ലീസ് ഇൻ മെട്രോസ്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ ഈസ് എമർജിംഗ് ആസ് ദി ഗ്ലോബൽ കപ്പാസിറ്റി സെന്റർ ഫോർ ലാർജ് കോർപ്പറേറ്റ്സ് അറൌണ്ട് ദ വേൾഡ്. അതായത് അവരുടെ മെയിൻ ഓപ്പറേഷൻസ് അല്ല, പക്ഷെ അവരുടെ ബാക്ക് എൻഡ് ഓപ്പറേഷൻസ് they are running it from India in the form of global capacity centers. അപ്പോൾ ഒരു ഗ്ലോബൽ കപ്പാസിറ്റി സെന്റർ തുടങ്ങാനായിട്ട് they take huge buildings for leases in metro cities. ആ ഒരു റീസൺ കൊണ്ടും REITs have performed really well last year. Now in 2025 this trend is going to continue. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗൂഗിൾ ഹാസ് ഇൻവെസ്റ്റഡ് ഇൻ ഓഫീസ് സ്പേസസ്, എയർബസ് ഹാസ് ഇൻവെസ്റ്റഡ് ഇൻ ഓഫീസ് സ്പേസസ്. അങ്ങനെ പല മൾട്ടിനാഷണൽ കമ്പനീസ് ആർ ഓപ്പണിംഗ് അപ്പ് ദെയർ GCCs ഇൻ ഇന്ത്യ. സോ റീറ്റ്സ് ഷുഡ് ബി പാർട്ട് ഓഫ് യുവർ 2025 ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി. മൂന്നാമത്തെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് ക്ലാസ്സസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിന്റെ പേരാണ് ഇൻവിറ്റ്സ്. ലൈക്ക് ഹൗ റീറ്റ്സ് ഇൻവെസ്റ്റ് ഇൻ ഇൻകം ജനറേറ്റിംഗ് റിയൽ എസ്റ്റേറ്റ്. ഇൻവിറ്റ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിലാണ്. നമ്മുടെ നാട്ടിലത്തെ വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസ് ദേ ഫോം എ ട്രസ്റ്റ് ആൻഡ് സ്റ്റോക്ക് ഓഫ് ദാറ്റ് ട്രസ്റ്റ് ഈസ് ലിസ്റ്റഡ് ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമുക്കതുകൊണ്ട് ഒരു സ്മോൾ എമൗണ്ടിന് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിന്റെ ഒരു എക്സ്പോഷറും നമുക്ക് കിട്ടും. ഇന്ത്യയിലത്തെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഇൻവിറ്റ്സ് ആണ് ഇന്ത്യ ഗ്രിഡ് ട്രസ്റ്റ്. ഇന്ത്യ ഗ്രിഡ് ട്രസ്റ്റിന്റെ ലാസ്റ്റ് ഇയർ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ അപ്രീസിയേഷൻ ഭാഗത്തിൽ ദേ ഹവ് ഓൺലി ഗിവൺ 9%. പക്ഷെ ഡിവിഡൻഡ് yield ദേ ഹാവ് ഗിവൺ യു 13%. ഈ അപ്രീസിയേഷൻ കുറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെ ലോക്സഭ ഇലക്ഷൻ ആണ്. ഇലക്ഷൻ ടൈമിൽ പൊതുവെ സ്പെൻഡിങ് കുറവായിരിക്കും. സോ ദി ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് ആക്ച്വലി സ്റ്റാർട്ടഡ് ഓൺലി ഇൻ ഓഗസ്റ്റ് ആൻഡ് പിക്ഡ് അപ്പ് ഇൻ ഒക്ടോബർ നവംബർ. അടുത്ത കൊല്ലം ബിക്കോസ് ദ ഗവൺമെന്റ് ഇസ് സ്റ്റേബിൾ ആൻഡ് ബിക്കോസ് ഇൻഫ്രാസ്ട്രക്ചർ ഇസ് എ കീ പാർട്ട് ഓഫ് യൂണിയൻ 2024 ബഡ്ജറ്റ്, അതിന്റെ ഡിറക്റ്റ് ഇമ്പാക്ട് വരുന്നത് ഇൻവിറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്കാണ്. സോ ഇൻവിറ്റ്സ് ഷുഡ് ഓൾസോ ബി എ പാർട്ട് ഓഫ് യുവർ മൾട്ടി അസറ്റ് സ്ട്രാറ്റജി. ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എവ്രിബഡീസ് ഫേവറേറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് ETF മാർക്കറ്റ്. ഹൗ ഹാസ് ഇക്വിറ്റി മാർക്കറ്റ്സ് പെർഫോംഡ് ഇൻ 2024? മേജർ ആയിട്ട് 4 ഇൻഡിസസ് ആണ് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ ഇസ് മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇൻഡെക്സ്. ഗ്ലോബൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ ട്രാക്ക് ചെയ്യുന്ന ഇൻഡെക്സ് ആണ് MSCI. MSCI ഹാസ് അപ്രീഷിയേറ്റഡ് ബൈ 20%. അതിനർത്ഥം 2024 വാസ് എ ഗുഡ് ഇയർ ഫോർ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ്. 20% റിട്ടേൺ ഉണ്ടെങ്കിൽ ഇറ്റ് മീൻസ് യു ഡബിൾ യുവർ മണി എവറി 4 years. ഇനി നമുക്ക് ഹൗ ഹാസ് ദിസ് ട്രാൻസ്ലേറ്റഡ് ടു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കാം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ മേജർ 3 ഇൻഡെക്സസ് എന്ന് പറയുന്നത് Nifty 50, സെൻസെക്സ് ആൻഡ് ബാങ്ക് നിഫ്റ്റി. Nifty 50യുടെ ലാസ്റ്റ് ഇയർ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ അത് വളരെ ടെപ്പിഡാണ്. അതായത് ലെസ് ദാൻ 10% റിട്ടേൺ തന്നിട്ടുള്ളൂ. അതിന്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ സെല്ലിംഗ് ആണ്. ഇനി നിഫ്റ്റി മിഡ് ക്യാപ്സും സ്മോൾ ക്യാപ്സും നോക്കുകയാണെങ്കിൽ ദേ ഹാവ് ഗിവൺ സ്റ്റെല്ലർ റിട്ടേൺസ് ടു ഇൻവെസ്റ്റേഴ്സ്. അതിന്റെ കാരണം മ്യൂച്വൽ ഫണ്ട് SIPs ആണ്. മെജോറിറ്റി ഓഫ് ദ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഹു ഹാവ് ഇൻവെസ്റ്റഡ് ഇൻ SIP ഹാസ് ഇൻവെസ്റ്റഡ് ഇൻ സ്മോൾ ക്യാപ് ആൻഡ് മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ്. അതുകൊണ്ട് ദാറ്റ് സെക്ടർ ഹാസ് റിയലി പെർഫോംഡ് വെൽ.
പക്ഷെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ദേ പ്രൈമർലി ഇൻവെസ്റ്റ് ഇൻ ലാർജ് ക്യാപ്സ്. അതുകൊണ്ട് നിഫ്റ്റി 50 ഹാസ് നോട്ട് ഡൺ എക്സെപ്ഷണലി വെൽ. വൈ ഡിഡ് FII sell more than 1 lakh crore of stock market equities? അതിന്റെ കാരണം നമുക്ക് മനസ്സിലാക്കാം, ആൻഡ് വി വിൽ അനലൈസ് വെദർ ദിസ് ട്രെൻഡ് വിൽ കണ്ടിന്യൂ ഇൻ ദിസ് ഇയർ ആസ് വെൽ. മെയിൻ കാരണം is poor earnings of the companies. Why did companies show poor earnings growth? അതിന്റെ മെയിൻ കാരണം ഇൻഫ്ലേഷൻ ആൻഡ് reduced spending from urban customers. Urban customers account for 2/3 of the consumer spending. അപ്പോൾ ഇൻഫ്ലേഷൻ ഹൈ ആവുമ്പോൾ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് കൂടുതലും they will only spend in things which are essential like pharma and IT. Poor earningsന് പുറമെ Indian stocks were having very high valuation. അപ്പോൾ as a foreign investor, his playground is not only India. He has many markets where he can invest. അപ്പോൾ ഇന്ത്യൻ സ്റ്റോക്സ് എക്സ്പെൻസീവ് ആവുമ്പോൾ he will look at other countries where there are reasonable valuations and shift his money from India to other countries in emerging markets. മൂന്നാമത്തെ റീസൺ ചൈനയുടെ ഒരു സ്റ്റിമുലസ് ആണ്. ചൈനീസ് ഗവൺമെന്റ് made changes in policies and infused money so that the companies can actually perform well. അപ്പോൾ ചൈനയുടെ ഒരു എമർജൻസി കണ്ടപ്പോൾ they took money from India and put it in China. നാലാമത്തെ റീസൺ ഗ്ലോബലിയും ലോക്കലിയും there were uncertainties because അവിടെ ലോക്സഭ ഇലക്ഷൻ നടക്കുന്നുണ്ട്, US ഇലക്ഷൻ നടക്കുന്നുണ്ട്, ഇസ്രായേൽ വാർ നടക്കുന്നുണ്ട്. അപ്പോൾ when in uncertainties നമ്മളെ പോലെ this foreign institutional investor is also a guy. He is also human. He will try to de-risk. അതുകൊണ്ട് ആ പൈസ ഗോൾഡിലും ബോണ്ട്സിലും ലെസ്സർ റിസ്കി ആയിട്ടുള്ള അതർ ഇൻവെസ്റ്റ്മെന്റ് ക്ലാസ്സിലേക്കും അവർ ഡൈവേർട്ട് ചെയ്തു. വിൽ ദി സെല്ലിംഗ് കണ്ടിന്യൂ ഇൻ ദിസ് ഇയർ? ഏർലി ട്രെൻഡ്സ്, അതായത് നമ്മുടെ ലാസ്റ്റ് ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ ഇസ് കമ്മിങ് ഡൗൺ. ദർ ഇസ് ഓൾസോ എ ചാൻസ് ദാറ്റ് RBI വിൽ ഇനീഷ്യേറ്റ് ദ റേറ്റ് കട്ടിംഗ് സൈക്കിൾ. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ എക്കോണമിയിൽ വീണ്ടും മണി സർക്കുലേഷൻ കൂടും. പീപ്പിൾ വിൽ ഹാവ് ആക്സസ് ടു മണി അറ്റ് എ ലോവർ ഇൻട്രസ്റ്റ്, സോ ദേ വിൽ സ്റ്റാർട്ട് സ്പെൻഡിങ് മോർ. ദിസ് വിൽ ലീഡ് ടു ഏർണിംഗ്സ് ഗ്രോത്ത് ഓഫ് കമ്പനീസ്. ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മേ ബി ഇൻ ദ നെക്സ്റ്റ് ക്വാർട്ടർ അവർ കമ്പനീസ് വിൽ പോസ്റ്റ് എ പോസിറ്റീവ് ഏർണിംഗ്സ് ഗ്രോത്ത്. അതുകൊണ്ട് ഇഫ് ദ ഏർണിംഗ്സ് ഗ്രോത്ത് ഇസ് ഗുഡ്, FIIs വിൽ കൺസിഡർ ഇൻവെസ്റ്റിംഗ് ഇൻ ഇന്ത്യ. ഇതിന് പുറമെ എലക്ഷൻസ് ആർ ഓവർ in both India and US. Trump is a very pro-business person because he himself is a businessman. അതുകൊണ്ട് the policies will favor business ആൾക്കാരെന്നാണ് നമ്മുടെ നിഗമനം. Also, infrastructure spending is going to increase. GDP spending is going to increase കാരണം നമ്മുടെ election year കഴിഞ്ഞു. All this will stimulate Indian economy and FIIs might choose to invest in Indian stocks and equities in this year. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സെക്ടർ അല്ലെങ്കിൽ ക്യാപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ലാർജ് ക്യാപ്സ് ആണ്. കാരണം ഈ FII സെല്ലിംഗ് കാരണവും മ്യൂച്വൽ ഫണ്ട്സ് ഫേവർ ചെയ്യാത്തത് കാരണവും all the Nifty 50 and Nifty 100 stocks are available at an attractive valuation and PE ratio. അപ്പോൾ ഇവർ തിരിച്ചു വരികയാണെങ്കിലും they will invest in large caps. അതുപോലെ വാല്യൂ കോൺഷ്യസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് വിൽ സീ ദാറ്റ് ലാർജ് ക്യാപ്സ് ആർ അണ്ടർ വാല്യൂഡ് കമ്പയർഡ് ടു മിഡ് ക്യാപ്സ് ആൻഡ് സ്മോൾ ക്യാപ്സ്, സോ ദേ വിൽ ഓൾസോ ഇൻവെസ്റ്റ് ഇൻ ലാർജ് ക്യാപ്സ്. അതുകൊണ്ട് 2025 ഇറ്റ് ഇസ് പ്രെഡിക്റ്റഡ് ദാറ്റ് ലാർജ് ക്യാപ്സ് ആർ ഗോയിങ് ടു ഗിവ് യു മോർ റിട്ടേൺസ് ദാൻ മിഡ് ക്യാപ്സ് ആൻഡ് സ്മോൾ ക്യാപ്സ്. ഓൾറെഡി നമ്മൾ ഇതിന്റെ ട്രെൻഡുകൾ ചില മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ നോക്കി കാണാൻ പറ്റും. ദേ ഹാവ് സ്റ്റാർട്ടഡ് ടു ഡിക്രീസ് ദിയർ എക്സ്പോഷർ ടു മിഡ് ക്യാപ്സ് ആൻഡ് സ്മോൾ ക്യാപ്സ് ആൻഡ് ഹാവ് സ്റ്റാർട്ടഡ് പിക്കിംഗ് അപ്പ് സ്റ്റേക്സ് ഇൻ ലാർജ് ക്യാപ് കമ്പനീസ്. അപ്പോൾ 2025 ഒരു തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഷുഡ് ഇൻക്രീസ് യുവർ എക്സ്പോഷർ ടുവേർഡ്സ് ലാർജ് ക്യാപ്സ് ആൻഡ് റെഡ്യൂസ് യുവർ എക്സ്പോഷർ ടുവേർഡ്സ് മിഡ് ക്യാപ്സ് ആൻഡ് സ്മോൾ ക്യാപ്സ്. കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനല്ല, just play with the percentage. So now that we have analyzed what has happened in 2024 and understood what are the predictions for 2025, how to devise a strategy for you to invest in 2025. Before you even start investing, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് യു ഹാവ് ടു ബിൽഡ് എ ഫൗണ്ടേഷൻ ഫോർ യുവർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി. ആ ഫൗണ്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഷുഡ് ഗെറ്റ് യുവർ സെൽഫ് എ ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് എ ടേം ഇൻഷുറൻസ്. കാരണം ഇന്ന് കിടന്നുറങ്ങിയ ആള് നാളെ എഴുന്നേക്കുന്നു, ഒരു ഉറപ്പില്ല. ഇൻ ദാറ്റ് കേസ് യുവർ നെക്സ്റ്റ് ഓഫ് കിൻ ഷുഡ് നോട്ട് സഫർ. അതുകൊണ്ട് ഒരു ടേം ഇൻഷുറൻസ്. മെഡിക്കൽ ഇൻഷുറൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ യു ആർ വൺ ബിൽ അവേ ഫ്രം ബാങ്ക്രപ്സി എന്നാണ് നമ്മൾ പറയുക. അതായത് ഇന്നത്തെ മെഡിക്കൽ എക്സ്പെൻസസും ഇൻഫ്ലേഷനും കാരണം നിങ്ങൾക്ക് ഒരു സീരിയസ് അസുഖം വന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ലീവ് യു കംപ്ലീറ്റ്ലി ബാങ്ക്രപ്റ്റ്.
അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ ആയ സ്ഥിതിക്ക് വി വിൽ ഡിസ്കസ് ഓൺ വേർ ടു ഇൻവെസ്റ്റ്, ഹൗ മച്ച് ടു ഇൻവെസ്റ്റ് ആൻഡ് വാട്ട് ഇസ് ദ തോട്ട് പ്രോസസ് ബിഹൈൻഡ് ദിസ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി. 2024 നമ്മൾ കണ്ട അൺസർട്ടനിറ്റീസ് മൊത്തമല്ല, പക്ഷെ സ്റ്റിൽ സം ഓഫ് ദീസ് അൺസർട്ടനിറ്റീസ് ആർ ഗെറ്റിംഗ് ക്യാരി ഫോർവേഡ് ഇൻ ടു 2025. അതായത് ട്രംപിന്റെ ഡിസിഷൻസ് എങ്ങനെയായിരിക്കും, സ്റ്റിൽ ദർ ഇസ് എൻ അൺസർട്ടനിറ്റി. മാത്രമല്ല ഇസ്രായേൽ ഹമാസ് വാർ ഇസ് സ്റ്റിൽ കണ്ടിന്യൂയിങ്. മാത്രമല്ല RBI is only expected to start the rate cutting cycle. Unless and until it starts, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് 2025 your investing strategy should be a multi-asset strategy so that you can absorb the volatility caused by some of these uncertainties. എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ you should use a 60-25-15 asset allocation. അതായത് 60% of your money should be invested in high income generating, high risk investment classes, 25% should be in precious metals and 15% should be in fixed income investments which are low risk. നമ്മൾ ഈ 60% നോക്കുകയാണെങ്കിൽ തന്നെ അതിന് നമ്മൾ വീണ്ടും ബൈഫർക്കേറ്റ് ചെയ്യണം. നമ്മൾ പറഞ്ഞ പുതിയ ഇൻവെസ്റ്റ്മെന്റ് ക്ലാസ്സസ്, അതായത് നല്ല റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ക്ലാസ്സസിനും നമ്മൾ ഈ 60% സ്പേസ് കണ്ടുവയ്ക്കണം. അതുകൊണ്ട് എൻ്റെ അലൊക്കേഷൻ വുഡ് ബി 5% ടുവേർഡ്സ് ബിറ്റ്കോയിൻ, 5% ടുവേർഡ്സ് ഇൻവിറ്റ്സ്, 5% ടുവേർഡ്സ് റീറ്റ്സ്, ബാക്കി 30% ടുവേർഡ്സ് ലാർജ് ക്യാപ്സ്. കാരണം ലാർജ് ക്യാപ്സ് ആണ് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി അണ്ടർ വാല്യൂഡ്. റിമൈനിങ് മിഡ് ക്യാപ്സ് ആൻഡ് സ്മോൾ ക്യാപ്സ്. ഇനി പ്രഷ്യസ് മെറ്റൽസ് നോക്കുകയാണെങ്കിൽ ഈവൻ ദോ സിൽവർ ഹാസ് ഗിവൺ റിട്ടേൺസ് ഈക്വലന്റ് ടു ഗോൾഡ് ആൻഡ് സിൽവർ ഇസ് ഓൾസോ പ്രെഡിക്റ്റഡ് ടു ഗിവ് യു ഗുഡ് റിട്ടേൺസ് ദിസ് ഇയർ, വോളറ്റിലിറ്റി ഓഫ് സിൽവർ ഗോൾഡിനെ അപേക്ഷിച്ച് ഭയങ്കര ഹൈ ആണ്. അതുകൊണ്ട് സ്റ്റിൽ യു ഷുഡ് ഇൻവെസ്റ്റ് എ ലാർജ് എമൗണ്ട് ഇൻ ഗോൾഡ് and comparatively a smaller amount in silver. അതുകൊണ്ട് എൻ്റെ സജഷൻ വുഡ് ബി ഇൻവെസ്റ്റ് 20% in gold and 5% in silver so that you don't miss out on the silver returns as well. ഇനി ഫിക്സഡ് ഇൻകം ഇൻവെസ്റ്റ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു FDs are most likely not going to have a good year. അതേസമയം ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ഉള്ളതുകൊണ്ട് റെപ്പോ റേറ്റ് കുറയുന്ന കാരണം ബോണ്ട്സ് വിൽ ബി ട്രേഡിംഗ് അറ്റ് ഹയർ പ്രൈസസ്. അതുകൊണ്ട് യു ഷുഡ് ഇൻക്രീസ് യുവർ എക്സ്പോഷർ ടു ബോണ്ട്സ് ആൻഡ് റെഡ്യൂസ് യുവർ എക്സ്പോഷർ ടു FD. എൻ്റെ ഒരു കണക്ക് പ്രകാരം യു ഷുഡ് പുട്ട് 10% ഇൻ ബോണ്ട്സ് ആൻഡ് 5% ഇൻ FD. ആ FD തന്നെ യു ഷുഡ് ബുക്ക് ഇറ്റ് ഇൻ ജനുവരി ഇറ്റ് സെൽഫ്, ബിക്കോസ് ഫെബ്രുവരിയിലാണ് RBI എക്സ്പെക്റ്റഡ് ടു സ്റ്റാർട്ട് ഇറ്റ്സ് ഫസ്റ്റ് റേറ്റ് കട്ട്. അതായത് 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ട് മോസ്റ്റ് ലൈക്ലി വിൽ ഹാപ്പൻ ഇൻ ഫെബ്രുവരി. ഇങ്ങനെ ഒരു മൾട്ടി അസറ്റ് സ്ട്രാറ്റജി നിങ്ങൾ ഡിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ it can give you sufficient returns as well as protect you from the uncertainties and volatilities in the equity markets and other investment classes. I hope this video was helpful. നിങ്ങൾക്ക് നിങ്ങളുടെ 2024 അസറ്റ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനും 2024 എന്തൊക്കെ ട്രെൻഡ്സ് ആണ് നടന്നത്, 2025 ട്രെൻഡ്സ് എന്തായിരിക്കും, എങ്ങനെ 2025 അലോക്കേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. Have a great day and have a great year.